വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്നാൻ അഷിഖ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡ്രസ്സസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡെനിം ഡ്രസ്സ്, ജീൻസ് ടൈപ്പിൽ വരുന്ന ഡെനിം മോഡലിൽ വരുന്ന ഡ്രസ്സാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഓർഡർ ചെയ്ത 2 സാധനം കൂടെ ഉണ്ട്. അത് വരാൻ ലേറ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാം, അത് കിട്ടുമ്പോൾ നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. ഇതൊരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ്. ഒരു വെസ്റ്റേൺ ടൈപ്പ്, ഒരു മോഡേൺ ടൈപ്പിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ. ആദ്യം ഞാൻ ടോപ്പ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ ടോപ്പ്. അടിപൊളി ലുക്ക് വന്നിട്ടില്ലേ? നല്ല ക്വാളിറ്റിയിൽ, അടിപൊളി ലുക്കിൽ 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ടോപ്പാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് യൂസ് ആക്കേണ്ട ഒരു ടോപ്പും കൂടെയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ളത് ലൈക്ര മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ടോപ്പാണ്. സാധാ നോർമൽ ടോപ്പാണ്. ഇതിന്റെ ഇവിടെ ചെറിയൊരു സ്ട്രാപ്പ്, ഒരു സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ സൈഡിൽ. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് അല്ല, ഫുൾ സ്ലീവിൽ വരും. 3/4 സ്ലീവ് അല്ല കേട്ടോ, ഫുൾ സ്ലീവിൽ വരുന്ന സ്ലീവ് ആണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 4 to 5 ഇയർ ആണ്. 300 സംതിങ് എന്തോ ആണ് പ്രൈസ് വരുന്നത്. പക്ഷെ എന്നാൽ പോലും അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഈ ഒരു കോട്ട് വന്നിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതല്ല, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് വന്നപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് ഒരുമിച്ചാക്കിയതാണ് കേട്ടോ. ഈ ഒരു ഡെനിം കോട്ടിൽ വന്നതാണ് എടുത്തു പറയാനുള്ളത്. നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ് എല്ലാ സൈഡിലും കൊടുത്തിട്ടുള്ളത്. പോരാത്തതിന് ഇതാ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നെക്ക് വന്നിട്ട് ഇവിടെ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, സ്ക്വയറിൽ ഇവിടെ ഒരു ചെറിയൊരു വി കട്ട് വരുന്ന ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ത്രെഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് ഇല്ല. പക്ഷെ ഈ ഒരു സ്ലിറ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ വരുന്ന ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. അത്രയും ക്വാളിറ്റി ആണ്. ഡെനിം ക്ലോത്ത് തന്നെ നല്ല ക്വാളിറ്റിയിൽ, നല്ല കളറിൽ, നല്ല നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഡെനിം ക്ലോത്തും കൂടെയാണ് കേട്ടോ. ഇത് പുറത്ത് സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കാം. വണ്ടി പോകുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ നമ്മുടെ ഡ്രസ്സ് വന്നിട്ട്. ഇനി ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ ഒരു കോട്ടും ഇത് ഇങ്ങനെ ഒരു ടോപ്പും ആണ് കേട്ടോ. ഇത് ജസ്റ്റ് സാധാ ഒരു നോർമൽ വൈറ്റ് ഒരു ടീഷർട്ടാണ്, ഫുൾ സ്ലീവ് വരുന്നത്. ഇനി അതിലോട്ട് ഈ ഒരു കോട്ടാണ്. ഈ ഒരു കോട്ട് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് കേട്ടോ. ഇവിടെ ഒരു സ്ട്രാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്തിന്. സ്ലീവില് ഇങ്ങനെ വന്നിട്ടുള്ള ടോപ്പാണ്. ഒരു ഓവർ സൈസ്ഡ് കോട്ട് പോലെ ഇതാണ് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ ബോട്ടം പാന്റ് വന്നിട്ട് ഇങ്ങനെയാണ്. ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു ബോട്ടമാണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഷിബ് ഇല്ല, ഷിബിന്റെ ഈ ഒരു മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും എൻഡിൽ വന്നാല് നല്ല അടിപൊളി പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു വെറൈറ്റി ലുക്കിൽ കേട്ടോ. ഇനി ബാക്ക് സൈഡ് വരികയാണെങ്കിൽ ഇവിടെ എംബ്രോയിഡറി, ആ ഒരു ടോപ്പിന്റെ ജാക്കറ്റിലുള്ള ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഈ ഒരു പോക്കറ്റിന്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാണ്. ഇതെന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോ. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല, അത്രയും നല്ലതാണ്. പിന്നെ സൈഡില് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളിയാണ്. ഇതാണ് എനിക്ക് ഡെനിം ഡ്രസ്സസിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനെ നീട്ടി വിളിച്ച് പറയുന്നതല്ല, പക്ഷെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല അടിപൊളിയാണ്. ഇനി ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഇത് വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജീൻസിന് കളർ ഇളകോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ പാൻറ് കുറച്ചൊക്കെ ഇളകി പോവാറുണ്ട്. അപ്പോൾ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ക്വാളിറ്റി ഗംഭീരമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് വേറൊരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ഇതാണ് നെക്സ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ട്. അപ്പൊ ഇതിന്റെ ടോപ്പ് കാണിച്ചു തരാം. ഒരു കുഞ്ഞു ടീഷർട്ടാണ് ഇത്. ഞാൻ 1 ഇയർ ബേബിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ര മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പാണ്. ഇതില് ബ്ലാക്കിൽ മമ്മാസ് പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് കുറച്ചൊരു ചെറിയൊരു ഹൈ നെക്ക് പോലെ തോന്നിക്കുന്ന ഒരു നെക്കാണ്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ആണ്. പിന്നെ ഇതിന്റെ പാന്റ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് ഡെനിം ആണെന്ന് അതിൽ കണ്ടപ്പോൾ നല്ല ക്വാളിറ്റിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയപ്പം ഇത് സാധാരണ ഒരു ഡെനിം അല്ല, ഒരു ഡെനിം ടൈപ്പിൽ ഒരു കോട്ടന്റെ വരില്ലേ, ഒരു കട്ടിയില്ലാത്തൊരു ശീല ഡെനിം ആണ് തോന്നിക്കുന്നത്, ജീൻസ് ആണ് തോന്നിക്കുന്നത്. അങ്ങനത്തെ ഒരു
ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇത്. ഡെനിംസ് അല്ല, അതാണെന്ന് വിചാരിച്ച് മേടിച്ച് നോക്കരുത്. ഇലാസ്റ്റിക് ടൈപ്പാണ് വന്നിട്ടുള്ളത്. കുറച്ച് വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോട്ടമാണ്, പാൻ്റാണ്. പിന്നെ ഇതിന്റെ ഇവിടെ ഫ്രണ്ടില് ഫ്ലവർ പ്രിന്റിങ് വൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിന്റിങ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ആണ്. പക്ഷെ ഇത് നല്ലോണം ഇളകിപ്പോവും. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇളകിപ്പോവും. കാരണം ഇപ്പൊ തന്നെ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെ ചെറിയൊരു ബ്ലൂ ഒക്കെ കാണുന്ന പോലെ ഒരു ഇത് എനിക്ക് കിട്ടിയത് പഴയതായിട്ടാണോ അങ്ങനത്തെ എന്താ അറിയില്ല, ഒരു ഓക്കെ ഒരു പാൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ. പക്ഷെ പിക്ചറിൽ കാണുമ്പോൾ എന്ത് ഭംഗിയുള്ള ഡ്രസ്സാണെന്ന് അറിയാം. നല്ല അടിപൊളി ജീനൊക്കെയാണ്. പക്ഷെ എന്റെ കയ്യിലിട്ടപ്പോൾ അത് ജീനല്ല, ജീനിൽ തോന്നിക്കുന്ന ഒരു ക്ലോത്ത് ആണ്. പിന്നെ പോക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഒരു ഓക്കെ പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ വല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ നല്ല കാര്യങ്ങളും പറയണം, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ളതും പറയണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മേടിച്ച് നോക്കൂലേ. അപ്പൊ ഇത് കുറച്ചൊരു ഓക്കെ പ്രോഡക്റ്റ് ആണ്, ഡ്രസ്സാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ പോലെ തന്നെ ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഒരു മിഡിയും കുപ്പായം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കുപ്പായം കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ കറക്റ്റ് പിക്ചർ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നല്ലതാണ് പിക്ചറിൽ കാണുന്ന അതേപോലെയാണെന്നൊക്കെ മനസ്സിലാക്കാനാവും. ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ട് ആണ്. കോളേർഡ് ആയിട്ടുള്ള നെക്കാണ്. ബട്ടൺസ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്ലീവ് പഫ് സ്ലീവ് ആണ്. ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കോട്ടൺ ആണ്, വാഷ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബലം പിടിച്ചോണ്ട് നേരെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കുഴച്ചിലില്ലാത്ത വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴച്ച രീതിയിൽ കിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ 1 ഇയർ ബേബി ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ്. അങ്ങനെ നീലടിച്ച് കാണുന്ന ആ ഒരു പ്രോബ്ലോ കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പ് തന്നെയാണ്. ഇനി അതിന്റെ മേലെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് നിങ്ങൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ്, ഒരു ലവ് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ്. അതിന്റെ എൻഡിങ്ങിൽ ഫുൾ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഒരു വൈറ്റ് കളറിൽ പേള് മുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുത്ത് അറ്റാച്ച് ചെയ്തത് ഇങ്ങനെയാണ്, പെട്ടെന്ന് ഇളകി പോകുന്ന രീതിയിലല്ല കേട്ടോ, നല്ല പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീൻസിന്റെ പാന്റിന് നമ്മൾ ബട്ടൺസ് കൊടുക്കില്ലേ, അതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നൂല് കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോരത്തില്ലേ. പക്ഷെ ഇത് അങ്ങനെ അല്ല. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പെറ്റിക്കോട്ട് സ്ലീവ് ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇലാസ്റ്റിക് ആണ് കേട്ടോ. മേലെയും താഴെ ഇലാസ്റ്റിക് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓവർ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് നിന്നോളും. അപ്പൊ ഇതാണ് ഒന്ന്. പിന്നെ ഇതിന്റെ സ്കേർട്ട് ഒരു അടിപൊളി ക്യൂട്ടല്ല, നല്ല ഭംഗിയുള്ള സ്കേർട്ടാണ്. സ്കേർട്ട് അധികം നീളമില്ലാത്തതാണ്. അത് മുട്ടിന് വരെ ലെങ്ത് വരുന്ന സ്കേർട്ടാണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷിബും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് മോഡലാണ്. പിന്നെ ഇവിടെ പോക്കറ്റ്സ് കൊടുത്തിട്ടില്ല, അതിന്റെ ഒരു മോഡലാണ്. ഷോപ്പ് പോക്കറ്റ്സ് ആണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ വൈറ്റ് പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതില് പെയിന്റിങ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകത്തില്ല, പക്ഷെ നല്ലോണം അരച്ചൊക്കെ കഴിഞ്ഞാൽ പോകുന്ന ഒരു ടൈപ്പ് പെയിന്റിംഗ് ആണ്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡെനിം ഡ്രസ്സസ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടുതൽ 2 കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടാനായിട്ട് ലേറ്റ് ആയി പോയി. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കിട്ടിയ ഡ്രസ്സ് നമുക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇനി ഞാൻ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രസ്സസ് ആണ് വേണ്ടത്. കിഡ്സ് വിയർ ആണോ, ബോയ്സിൻ്റെതാണോ, ഗേൾസിൻ്റെതാണോ, അല്ലെങ്കിൽ ടോപ്സ് ആണോ, ഷർട്ട്സ് ആണോ, അങ്ങനെയുള്ള കുർത്ത സെറ്റ്സ് ആണോ, അബായാസ് ആണോ, മാക്സി ഡ്രസ്സസ് ആണോ, അങ്ങനെ എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നാൽ എനിക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡ്രസ്സസ് സെലക്ട് ചെയ്യാം, വീഡിയോസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുതരുന്നതിന് നന്ദി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.